ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്കൊരു കിടിലനായിട്ടുള്ള ഓപ്പണാണ് വന്നതെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കി വെക്കാം. അതുപോലെ തന്നെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ചാനൽ റിയൽ സെഞ്ചു എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാനൽ ഞാൻ ഓൾറെഡി നമ്മുടെ 2026 വരാൻ പോണ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ഫസ്റ്റ് ചാനൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മച്ചാൻ ഇന്നലെ നമ്മൾ ഓൾറെഡി എന്താ പറയുക, നമ്മുടെ റിയൽ സെഞ്ചുവിനാണ് ലൈവ് വന്നിരുന്നത് ഒരു 8 മണിക്കാകുമ്പോൾ. അപ്പോൾ എന്തായാലും ലൈവ് ഉണ്ടാവും, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഡിവിഷൻ മാച്ചിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. നമ്മുടെ ഒരു ഓപ്പണന്റ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും സ്റ്റേഡിയവും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു 2026 ആകുമ്പോൾ പുതിയൊരു സ്റ്റേഡിയം ഒക്കെ വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും വരട്ടെ ഗൈസ്, പുതിയൊരു സ്റ്റേഡിയം ഒക്കെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാമാർ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റേഡിയം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു അപ്ഡേറ്റിൽ, ഇനി വരുന്ന അപ്ഡേറ്റിൽ എന്താണ് ആഗ്രഹിക്കുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓപ്പോണൻറ്റ് വന്നിട്ട് മച്ചാമാർ, അപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്പോണൻറ്റ് ഒന്ന് നോക്കി നോക്കുക. ലാംബാർഡാണ് ഗൈസ്. ഹസാഡ്, ഡബിൾ ബൂസ്റ്റർ, റിവാൾഡോ, എടാ സീനാണ് ഗൈസ്. അപ്പോൾ ഡിവോക്കോവിച്ച് ആണ് ഇവരുടെ ഗോളി. രണ്ട് ടീമും സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി നമ്മുടെ സുവാരസിനെയാണ് ഇപ്പോൾ CF ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഹസാഡും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് ഹസാഡാ ഗൈസ് എന്തായാലും. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഹസാഡിന് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷനാണ് ചെയ്യുന്നത് മച്ചാമാരെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ഹസാഡ് എങ്ങനെ ഉണ്ടാവുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ ഹസാഡൊക്കെ കിട്ടിയാൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ നമ്മുടെ പുതിയ സെലക്ഷൻ കോൺട്രാക്റ്റിൽ ആരെയാണ് എടുക്കുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ മിക്കവാറും ചിലപ്പോൾ നമ്മുടെ കവാനിനെ ആയിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കവാനി, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബെറാൾഡോ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഇല്ലേ, രണ്ടിലൊരാളെ എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ വേറെ ആരും എടുക്കുന്നതിൻ്റെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ മച്ചാമാരെ. അപ്പോൾ ഫസ്റ്റ് ടച്ച് നമുക്ക് നോക്കി വെക്കാം ആരുടെയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഓപ്പോണൻ അല്ല, നമ്മുടെയാണ് ഫസ്റ്റ് ടച്ച്. എന്തായാലും കേസ് നമുക്ക് നോക്കാം. ഐ ഡിഡ് മൈ ബെസ്റ്റ്. ജെറാഡ് ടു നമ്മുടെ റോബർട്ടോ കാർലോസ് ടു ഗ്രീസ്മാൻ മച്ചാമാരെ. ഓൾറെഡി ഇവർ കൗണ്ടറിനെ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഓടാവാ റോഡ്രി മച്ചാമാരെ. ഈ റോഡ്രി വാൻഡിജ് പോകുമ്പോൾ നൈസാട്ടോ, ഇവന്മാർ ഇവിടെ നിന്ന് അനക്ക സമ്മതിക്കില്ല. ഹസാഡ് എടുത്തിട്ടുണ്ട്. ടോണി ആഡംസ് ടു നമുക്ക് നോക്കാൻ കഴിയും. ടോണി ആഡംസ് ടു ബെക്കാം ടു മെസ്സി ടു കോസ്റ്റേട്ടൻ LBയിലൂടെ വെച്ചേക്കുക ഗൈസ്. അപ്പം ന്യൂനമെൻഡസ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ മച്ചാമാരെ. ഞാൻ ഓൾറെഡി ഇന്നലെ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഒരു കിടിലൻ ഷോട്ട്. ഫസ്റ്റിന് നമ്മുടെ ഹസാഡിൻ്റെ ഒരു ഷോട്ട് കിട്ടോ മച്ചാമാരെ. കിടിലൻ ഒരു ഷോട്ടാണ്. എന്തായാലും നമുക്ക് നോക്കിയേക്കാം ഗൈസ്. ഓൾറെഡി ഇപ്പോൾ എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ജില്ലയും കൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ, പ്ലേസും കൂടെ മച്ചാമാരെ ജസ്റ്റ് നമുക്ക് കമൻറ്റ് സെക്ഷൻ നോക്കാനാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡെംബലേനെ കിട്ടിയവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിന് 100 കോയിനെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് ഗൈസ്. ഒരു ചാൻസ് കിട്ടുമില്ല ഗൈസ്. ഇവരുടെ ഗോളി ഓൾറെഡി ലിവാക്കോവിച്ചാണ്, നമ്മുടെ ലിവാക്കോവിച്ചാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മച്ചാമാരെ ഏറ്റവും കൂടുതൽ എല്ലാവരും ലിവാക്കോവിച്ച്, പിന്നെ നമ്മുടെ ഡിയോ കോസ്റ്റ് രണ്ടിലാരും എടുത്തിരിക്കുന്നത്. ബെക്കംബർ ടു ജെറാഡ് ടു നമ്മുടെ ഗ്രീസ്മാൻ ടു ബെല്ലിംഗം ഗൈസ്. ഇവർ ഓൾറെഡി റൊട്രി ബ്ലോക്കറാണല്ലോ, ഡിസ്ട്രോയറും ബ്ലോക്കറും ഒന്നിച്ച്. ജെറാഡ് ടു മച്ചന്മാരെ വീണ്ടും കിട്ടിയിട്ടുണ്ട്. ചേടാ പോവാടാ. റിവാൾഡോ, ലുക്ക മോഡ്രിച്ച് ഒരു ഡിബ്രൂണി, എംബാപ്പെ, ഹസാഡ് മച്ചാമാരെടാ. ഇത് ക്ലിയർ ചെയ്ത് കളയടെ. ഓക്കെ കിട്ടിയിട്ടുണ്ട് മച്ചാമാരെ. കാർലോസ് ടു നമ്മുടെ ഗ്രീസ്മാൻ ടു ജെറാഡ് ടു ബെക്കാം ടു നമ്മുടെ ബെല്ലിംഗം. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി ഒരു ഷോട്ട് അടിച്ച് നോക്കാം. വാൻഡി അവിടെ ബ്ലോക്ക് വന്നു മച്ചാമാരെ. ഹസാഡ് ടു എംബാപ്പെ. ഒരു സ്കില്ല്. ലൂക്ക മോഡ്രിച്ച് മച്ചാമാരെടാ കിടിലൊരു ഷോട്ട് അടി. കയറി വന്നു. എൻ്റെ പൊന്ന് ഗൈസ്, ഹസാഡ് ഓപ്പോണൻ്റെ ഹസാഡ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ ഞാൻ പറയാൻ വിട്ടു, ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് ഹസാഡ് അടിച്ചു, ഡബിൾ ബൂസ്റ്റർ ഹസാഡ് മച്ചാമാരെ. ഓൾറെഡി എന്താ വെച്ചാൽ കുറേ പേര് പറഞ്ഞു ഈ ബോർഡില്ലേ, നമ്മുടെ ഈ ബാനർ ബോർഡിൻ്റെ അവിടെ സെറ്റിങ്സിൽ മാത്രം മാറ്റിയാൽ നമുക്ക് വ്യത്യസ്തതരമായിട്ടുള്ള ബോർഡ്, നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഇന്നലെ നോക്കിയപ്പോഴാണ് കണ്ട കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിം പ്ലാനിൽ ഒരു കാര്യം ചെയ്യാം, ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ മാറ്റാം. അതുപോലെ തന്നെ എംബാപ്പെ വെച്ചു ഡീപ് ലൈൻ നമുക്ക് ബെല്ലിംഗം വെക്കാം. എന്താ പറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഗ്യാസ്പറിൻ്റെ മാനേജറിൻ്റെ ഇത് കുറഞ്ഞോ, പവർ കുറഞ്ഞോ അറിയില്ല. നമ്മളിപ്പോൾ രണ്ടാമത്തെ മാച്ചാട്ടോ ഗൈസ്, മൂന്നാമത്തെ മാച്ചാണ് ഡിവിഷൻ മാച്ചിൽ ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. റോബർട്ടോ കാർലോസ് ടു ഗ്രീസ്മാൻ ടു നമ്മുടെ സാബിയുടെ ഗൈസ്. നിങ്ങൾ എന്താ പറയുക, സാബിയുടെ ഒക്കെ എങ്ങനെ എടുത്ത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ. ഇപ്പം എങ്ങനെയാണ് ലാംബാർഡ് വേഴ്സസ് ഗ്യാസ്പറിനെയാണ് വെച്ചാൽ മറ്റേ ഹസാഡ് വെല്ലിംഗത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒരു ത്രൂ പാസ്. ടോണി ആഡംസ്, ബെക്കാം, വാൻഡിജ് ടു റിവാൾഡോ ഗൈസ്. നമ്മൾ ഇതുവരെ റിവാൾഡോൻ്റെ ഒരു എന്താ പറയുക ഡബിൾ ബൂസ്റ്റർ കാർഡ് ഇതുവരെ ഇത് പണിയാവോ? ഇല്ല. ലൂക്ക മോഡ്രിച്ച്, ഡിബ്രൂണി മച്ചാമാരെ. എംബാപ്പേൻ്റെ ഒരു ഷോട്ട്. എൻ്റെ പൊന്ന് ഗൈസ്, നമ്മളായിട്ട് കൊടുത്തൊരു ഷോട്ടാണ്. ഓപ്പോണൻ്റ് ഹാഫ് ടൈമിന് മുമ്പ് 2 ഗോൾ അടിച്ചു. എൻ്റെ പൊന്ന് ഗൈസ്, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇനി നമ്മുടെ
അണ്ണനെ ഇറക്കാം, നമ്മൾ റൊണാൾഡോ ഇറങ്ങാം. എനിക്ക് തോന്നുന്നു സുവാരസിനെ കൊണ്ട് പറ്റൂല എന്നല്ല, സുവാരസിനെ കൊണ്ട് പറ്റും, പക്ഷെ നമ്മൾ ടൈം കളയുന്നില്ല. നമുക്കൊരു CFന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും നമുക്ക് നോക്കാം. റൊണാൾഡോ ടു ജെറാഡ്, ജെറാഡ് ടു നമ്മുടെ റോബർട്ടോ കാർലോസ്, ഗ്രീസ്മൻ ടു ജെറാഡ്. ഗൈസ് ഇവർ ഓൾറെഡി ഉണ്ടല്ലോ സെറ്റ് ഇതാക്കി വെച്ചേക്കുക നമ്മുടെ ടീമിന്റെ കോമ്പോ. അതാണ് റൊണാൾഡോ ടു. ഗൈസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ റൊണാൾഡോ എടാ ഗൈസ് ഞാൻ അവിടെ പാസ് കൊടുത്തു കളഞ്ഞു. നല്ലൊരു ചാൻസ് ആയിരുന്നു. അത് എന്തിനാണ് ഞാൻ പാസ് കൊടുത്തേ? റൊണാൾഡോയ്ക്ക് അടിക്കാണ്ടായിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഗൈസ് അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മൻ ടു റൊണാൾഡോ. ഓക്കെ ഗൈസ് അപ്പോൾ ഫസ്റ്റ് ഗോൾ നമ്മൾ അങ്ങനെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിക്ടറി കോസ്റ്റ് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ മച്ചാവരെ നമുക്ക് ഇപ്പോൾ ഒരു ഗോൾ ആവേണ്ടായിരുന്നു. ആ ഒരു ഗോൾ ഞാൻ അടിച്ചു കളയേണ്ട ആവശ്യമില്ലായിരുന്നു. സാറില്ല എന്തായാലും ഗൈസ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഗോൾ നമ്മുടെ റൊണാൾഡോ ഇട്ടിട്ടുണ്ട് 40-ാം മിനിറ്റിൽ. ഇനി ഒരു ഗോൾ 2 ഗോളും കൂടെ അടിച്ച് അല്ലെങ്കിൽ നമ്മൾ കംബാക്ക് വരുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഹസാഡിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആട്ടോ. എംബാപ്പെ ടു റൊഡ്രി, റൊഡ്രി ടു എംബാപ്പെ, വീണ്ടും ഹസാഡിലേക്ക് എടുത്തിട്ടുണ്ട്. ബെക്കാം ടു മെസ്സി ടു ഗൈസ്. ഇവിടെ ഈ വാൻഡിജിക്കും റൊഡ്രി ഉള്ളത്, അതുപോലെ നല്ലൊരു ബ്ലോക്കർ ഇവന്മാർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൈസ്. അടുത്തൊരു ഷോട്ട് ഇടയിടെ. ഓക്കെ ജെറാഡ് എടുത്തിട്ടുണ്ട്. ജെറാഡ് ടു നമ്മുടെ റോബർട്ടോ കാർലോസ്, ഗ്രീസ്മൻ ടു ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ഷോട്ട് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ വാൻഡി ഇവിടെ ബ്ലോക്കറായി വന്നിരിക്കുകയാണ്. ജെറാഡ് ഗൈസ്, ബെല്ലിംഗം ടു നമുക്ക് നോക്കാം. ബെല്ലിംഗം ടു നമ്മുടെ മെസ്സി. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു ടേണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറായി ഗൈസ്. അപ്പോൾ മെസ്സി കഫുവിനെ കൊണ്ടൊരു ടേൺ ചെയ്യിപ്പിക്കാം. കഫു ഒരു ഹെഡർ. അവിടെ റൊണാൾഡോ ഇല്ലാണ്ടായി പോടാ മച്ചാമാരെ ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്പോണ്ട് വേറെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ റിക്യുപ്പൈനെ ഇറക്കിയിട്ടോ മച്ചാമാരെ. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമ്മുടെ റിക്യുപ്പൈ ആണോ സർജിനിയാണോ പൊളി എന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര കോയിൻ എടുത്ത് ഇപ്പോൾ കമൻറ്റ് ചെയ്യാട്ടോ മച്ചാമാരെ. എത്ര കോയിനൊക്കെ ഇട്ടെന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും നമ്മുടെ ഡ്രോപ്പയുടെ കാർഡൊക്കെ തീരാൻ പോകാണ്ട്. ഡേറ്റ് ഏകദേശം വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഫസ്റ്റ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മച്ചാമാരെ. കോസ്റ്റ് കട്ട ഗൈസ്. നമ്മൾ ഡിഫൻസ് സെറ്റ് ആകേണ്ട ടൈം ആയിട്ടുണ്ട്. എൻ്റെ ഡിഫൻസ് നല്ല രീതിക്ക് പൊട്ടിയിട്ടുണ്ട്. ഏടാ മച്ചാനെ ഗൈസ് ഇത് പണിയായോ? ഹസാഡ് പണി ഇപ്പോൾ പാളിയാനെ മച്ചാമാരെ. 3 ഇപ്പോൾ ഒരു ഗോളും കൂടെ അടിച്ചാനെ ഗൈസ്. കിട്ടിയിട്ടുണ്ട്. റിക്കിപ്പൈറ്റ് നമ്മുടെ റൊണാൾഡോ ഗൈസ്. റൊണാൾഡോ പിന്നെ അത്യാവശ്യം എടുത്തോളൂ കേട്ടോ മച്ചാമാരെ. ഇത് കിട്ടിയടാ ഗോള്. റിക്യുപ്പൈ ടു നമ്മുടെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. റൊഡ്രീനെ വെച്ച് എന്തിനാ ഞാനത് അവിടെ കൊടുത്തേ? ഹസാഡ് ടു ഡിബ്രോണി ടു ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. എംബാപ്പെ എടാ ഡിബ്രോണി. ഓക്കെ ഗൈസ് കഫു എടുത്തിട്ടുണ്ട്. ടോണി ആഡംസ് ടു ഗൈസ്. ഇതിപ്പോൾ പണിയാവോ? എടാ ബ്ലോക്കറൊന്നും ഇവിടെ ഇല്ലല്ലോ. എൻ്റെ പൊന്ന് ഗൈസ്. ലിവാക്കോവിച്ച് എടുത്തോണ്ടാണ് ഗൈസ്. ജെറാഡ് ടു റൊഡ്രി, ഹസാഡ്, എംബാപ്പെ ഗൈസ്. നിങ്ങൾ ഡിവിഷൻ മാച്ചിലൊക്കെ എത്ര ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ ഗൈസ്. ഇതാണ് കുറച്ച് ദിവസം നമ്മൾ കളിക്കാണ്ടിരുന്ന് ഇങ്ങനെ പ്രശ്നം പറ്റും. ഒരു പാസിങ്ങിൻ്റെ ഒരു ഇത് നമുക്ക് വരും ഗൈസ്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും അടുത്ത ഷോട്ട് അടിച്ച ഹസാഡ് കേട്ടോ മച്ചമാരെ. സാര് എൻ്റെ പൊന്ന് ഗൈസ്. ഈ കാർഡ് അടിപൊളി കാർഡാണോ ഹസാഡിൻ്റെ ഗൈസ്. ഈ കാർഡ് കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ പൊന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 4-5ാമത്തെ ഷോട്ട് കൊണ്ട് അടിച്ചിട്ടുണ്ടാവും ആ ഒരു ഹസാഡ് മച്ചാമാരെ. നമ്മൾ സാബീനെ ഇറക്കിയിട്ടുണ്ട്. നമുക്കിത് നോക്കാം. ഇൻഡിവിജ്വലും കൂടെ സെറ്റ് ചെയ്യാം. ഹസാഡിന് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല. എന്തായാലും നമ്മൾ ഈ ഒരു ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനാണ് സെറ്റ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. സംഭവം ഹസാഡ് ഉണ്ട് കേട്ടോ. ഡബിൾ ബൂസ്റ്റർ കാർഡ് സീനാണ് കുറച്ചുകൂടെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്ന കാർഡാന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഒരു സീനായ കാർഡ്. അറിയില്ല, നേരത്തെ കാർഡും വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ കാർഡ് കുറച്ചുകൂടെ നല്ലതാന്ന് തോന്നുന്നു. എൻ്റെ പൊന്ന് കൈസ്. റിക്യുപ്പൈ ടു സാബി ടു റിക്യുപ്പൈ മച്ചാമേ. എന്താ വെച്ചാൽ പല മാച്ചിലും റിക്യുപ്പൈൻ്റെ ചില മാച്ചിൽ നല്ല ഡിബ്രോണി ടു ഗൈസ്. ഓക്കെ ക്ലിയർ ചെയ്ത് കളഞ്ഞേക്കാം. ബെക്കംബർ. ഓക്കെ റോബർട്ടോ കാർലോസ് ടു സാബി. ഇത് പണിയാവുന്ന കളിയാണല്ലോ എൻ്റെ പൊന്ന് ഗൈസ്. ഇപ്പോൾ വീണ്ടും പണിയായതിനെ. അത് അടിച്ചത് എംബാപ്പയാണോ ഹസാഡാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാമാർ അവർ വീണ്ടും അടിച്ചിട്ടുണ്ട് ഒരു ഗോളല്ല ഷോട്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ 60 FPS ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നോക്കുക സ്റ്റേഡിയത്തിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ വെറൈറ്റി ആട്ടോ സത്യത്തിൽ. നല്ല അത്യാവശ്യം എല്ലാം ഉണ്ട്. എൻ്റെ പൊന്ന മച്ചാമാർ ഇത് സീനാവുമല്ലോ ഗൈസ്. റൊണാൾഡോ ടു വാൻഡീനെ നമുക്ക് വെട്ടിക്കാൻ പറ്റും. മോട്ടറിച്ച് ഗൈസ്. ഈ കാർഡുകൾ കുറച്ച് സീനാട്ടോ. ബെക്കംബർ, സാബി ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. റിക്യുപ്പൈ ഗൈസ്. എന്തായാലും അവന്മാർ നമുക്ക് നോക്കാം. ടോണി ആഡംസ് ഗൈസ്. അപ്പോൾ ബെക്കംബർ ഇത് പണിയാവോ? ഓക്കെ ഗൈസ് ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കഫു
ഓക്കെ പുറത്തേക്ക് അടിച്ചു കളഞ്ഞിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും ഗൈസ് 77 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരു ഗോളും കൂടി അടിച്ച് സെറ്റ് ആക്കണം. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഡെഷാംസിനൊക്കെ യൂസ് ചെയ്യുന്നൊരു കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ. മാനേജർ അങ്ങനെ ഉണ്ടെന്ന് പോസ്റ്റ് ടാറ്റു നമുക്ക് നോക്കാം. കഫു ഇവിടെ ഇതെന്താ ഇവന്മാർ ഇങ്ങനെ കളിക്കുന്നത് ഗൈസ്. നോക്കട്ടെ, പുറത്തേക്ക് പോയി ഗൈസ്. നോക്കട്ടെ, നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കാം. വാൻഡിജിക്ക് ടു നമ്മുടെ ടോണി ആഡംസിലേക്കാണെന്ന് തോന്നുന്നു ഗൈസ്. ടോണി ആഡംസ് ടു സാബി ടു കഫു ടു മെസ്സി ടു അത്രയും ക്ലിയർ ചെയ്യണ്ടായിരുന്നു റോഡ്രി ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ കുറേ ആയിട്ടോ, നമ്മൾ കുറേ ആയി നമ്മുടെ റോഡ്രിഗറിനെയൊക്കെ ഇറക്കിയിട്ട്. നിങ്ങളിപ്പം യൂസ് ചെയ്യുന്നൊരു കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ റിക്കിപ്പൈക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. റിക്കിപ്പൈ ടു നമ്മുടെ സ്നൈഡർ ടു റോഡ്രി റിവാൾഡോ. ഓക്കെ സാബി എടുത്തിട്ടുണ്ട് ഗൈസ്. സാബി ടു നമ്മുടെ കാർലോസ്. റിക്കിപ്പൈ ടു സ്നൈഡർ. എടാ സത്യം പറഞ്ഞാൽ എന്തിനാ അവിടെ പാസ് കൊടുത്തേ? ഓ ഷോട്ട് അടിച്ച് പുറത്തു വയ്ക്കി. 88 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി നോക്കുകയാണെങ്കിൽ നമ്മൾ സബ്ബും കാര്യങ്ങളും നോക്കിയിട്ട് കാര്യമില്ല, ഒരാളും കൂടെ ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ലിവോക്കോവിച്ച് ടു നമ്മുടെ സാബിക്ക് കിട്ടുമോ? ഇല്ല. എംബാപ്പെ ടു ഡിബ്രൂണി എടുത്തിട്ടുണ്ട്. കഫു ഗൈസ് ഫുൾ ടൈം ഓവനായല്ലോ. റൊണാൾഡോ ഗൈസ്. ഇവന്മാർ വാൻഡിജിക്കിനെ വെച്ചിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടേക്ക്, അതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല. പിന്നെ ഒരു പ്രാവശ്യം ഗൈസ്. അപ്പോൾ ഇന്നത്തെ മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് ജയിച്ചിട്ടുണ്ട് 2 ഗോളിന്. അപ്പോൾ നമ്മൾ 1 ഗോൾ അടിച്ചുള്ളൂ. ഒരെണ്ണം നമ്മുടെ മിസ്റ്റേക്ക് ആയിരുന്നു, നല്ല ടൈറ്റായി നിന്നതിന്. ഒരെണ്ണം നമ്മൾ അടിച്ചുമില്ല, അത് ത്രൂ പാസ് കൊടുത്ത് കളഞ്ഞു. അപ്പോൾ സാറിൽ എന്തായാലും നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഹസാർഡായിരുന്നു. ഇതൊരു കിടിലം മാച്ച് കേട്ടോ. ഷോട്ട് 10 ഷോട്ടാണ്, അതിലൊരു 5 ഷോട്ടെങ്കിലും ഹസാർഡ് അടിച്ചിട്ടുണ്ടാവും മിക്കവാറും. 7.5ഓളം നമ്മുടെ എവേ റേറ്റിംഗ് ഉണ്ട് മച്ചാൻ. അപ്പോൾ ഒരു കിടിലം കാർഡാണ്. ലൂക്ക മോഡ്രിച്ച് ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കാർഡാണ്. 3 കേട്ടോ. നമ്മുടെ എംബാപ്പയും ലൂക്ക, പിന്നെ അതുപോലെ ഹസാർഡ് കിടിലം കാർഡ്. പിന്നെ ഓൾറെഡി നമ്മുടെ റിവാൾഡോയും ഉണ്ട്. അപ്പോൾ മച്ചാന്മാർ ഇന്നത്തെ കിടിലം മാച്ചായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ എന്താ പറയുക ഹസാർഡിനൊക്കെ കിട്ടിയ ഒരു ഉറപ്പായിട്ട് ഇറക്കുക. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നിരിക്കും. ബൈ ഗൈസ്.